ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മിൽക്ക് പുഡിങ് നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പുഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു പുഡിങ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജലാറ്റിന് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ ജലാറ്റിന് ഫ്ലേവറൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ജലാറ്റിനാണ് കേട്ടോ. പിന്നെ 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. സാധാരണ തണുത്ത വെള്ളം തന്നെയാണ്, ഫ്രിഡ്ജിലൊന്നും വെച്ച വെള്ളമല്ല, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോറും ജലാറ്റിനും ഒക്കെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 2 കപ്പ് പാല്. അപ്പോൾ പാല് സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഈ പാല് നല്ല പോലെ ഒന്ന് ചൂടായി വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറും ജലാറ്റിനും ഉണ്ടല്ലോ, അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഈ ജലാറ്റിന് നന്നായിട്ട് മെൽറ്റ് ആവണം. അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള കോൺഫ്ലോർ ഉണ്ടല്ലോ, അതൊന്നുകൂടി കുറുകി വരണം. നന്നായിട്ട് തിക്കാവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഈ കോൺഫ്ലോർ ഒന്ന് വെന്തിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അല്ലാതെ നല്ല തിക്കായിട്ട് വരില്ല കേട്ടോ. കാരണം നമ്മൾ 1/2 ലിറ്റർ പാലിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചൂടോട് കൂടി തന്നെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പുഡിംഗ് ട്രേയിൽ ജസ്റ്റ് വെറുതെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ ഫോയിൽ പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പുഡിംഗ് ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ, ബൗളിലും ഗ്ലാസ്സിലും ഒക്കെ ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ പുഡിംഗ് ട്രേ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേക്ക് ടിന്നൊക്കെ തട്ടി കൊടുക്കൂല അതുപോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഇപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പുഡിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം പുഡിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടോന്ന്. അപ്പോൾ മിൽക്ക് പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പുഡിംഗ് ട്രേയിൽ നിന്ന് നമുക്ക് ഈ പുഡിംഗ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിസ്തയാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാതെ ഇത് സെർവ് ചെയ്യാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇട്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ജലാറ്റിനൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലൊരു പുഡിങ്ങാണ്. നല്ല പോലെ സെറ്റായിട്ടും കിട്ടും. ആകെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ജലാറ്റിന് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കാതെ നമുക്ക് മിൽക്ക് പുഡിങ് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ജലാറ്റിൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.